ഹലോ നമസ്കാരം. ഞാൻ കർണൻ 2 മൂവിയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നർത്തകിയും അഭിനേത്രിയുമായിട്ടുള്ള മനീഷയാണ്. മനീഷ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയതെന്ന് ചോദിക്കാം. ഹായ് മനീഷ. ഒരു ഡാൻസറായ മനീഷ എങ്ങനെയാണ് ഞാൻ കർണൻ സെറ്റിലേക്ക് വരുന്നത്, അതൊന്ന് പറയാമോ പ്രേക്ഷകരോട്? ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു ഇവിടെ വരാൻ പറ്റും എന്നുള്ളത്. ജിതിൻ ചേട്ടനാണ് എന്നെ ഇതിലേക്ക് വിളിച്ചത്. ഞാൻ കർണൻ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിരുന്നു. ബട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സെക്കൻഡ് പാർട്ടിൽ എനിക്ക് മെയിൻ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇവര് ഇതൊക്കെ ചെയ്തു, ഓഡിഷൻ ചെയ്തു എന്ന് ഞാൻ കേട്ടു. എന്നിട്ട് ലാസ്റ്റ് എന്നെയാണ് അവര് എടുത്തത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അതില്. പിന്നെ അന്ന് ഡേറ്റും കുറച്ച് ഇതായിരുന്നു. എനിക്ക് ചോറ്റാനിക്കര ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോ വരാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ഡേറ്റും ടൈമും ഒക്കെ നമുക്ക് ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ചിന്മയ് മാമിന്റെ ഒരു സോങ്ങില് ഫുള്ള് എനിക്ക് അഭിനയിക്കാനായിട്ട് പറ്റി. അതൊരു ഭയങ്കര ഡ്രീമാണ് പലരുടെയും, അത്തരം ഒരു സോങ് ഒക്കെ കിട്ടുക. ഞാനും സോങ്ങിന്റെ ഫസ്റ്റ് കട്ട്സ് കണ്ടു. അപ്പൊ സോങ് റിലീസിനായിട്ട് എക്സൈറ്റ്മെന്റ് ആണോ? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അത് സ്ക്രീനിൽ കാണാനായിട്ട്. എന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ അതില് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഓവർ ടു നമ്മുടെ സെറ്റിൽ അഭിനയം കഴിഞ്ഞല്ലോ അല്ലെ? അപ്പം സെറ്റിൽ എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് മൂവി ആകുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ? എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നോ? ഫസ്റ്റ് വന്നപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഒട്ടും അറിയാത്ത ആൾക്കാരായിരുന്നു. പിന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് ഡയലോഗ്സ് ഒക്കെ പറയുമ്പോ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എല്ലാവരും നല്ല എന്താ പറയാ ഒരു ഫാമിലി തന്നെയാണ്. ഭയങ്കര സപ്പോർട്ടീവാണ്. ഓരോ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ടെൻഷനൊന്നും വേണ്ട, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ നമുക്കൊരു എന്താ പറയാ ഭയങ്കര സന്തോഷായി. എന്താ പറയാ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഇനി ഡാൻസർ ആയതുകൊണ്ട് ആ സോങ് സീക്വൻസ് ഒക്കെ ഈസി ആയിരുന്നു. ഞാൻ പ്രൊഫഷണലി ഡാൻസർ ആണ്, ക്ലാസിക്കൽ ഡാൻസർ ആണ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ആക്ച്വലി ഡാൻസിങ് മാത്രമാണോ ചെയ്യുന്നത്? ഞാനിപ്പോ ഡാൻസ് മാത്രമാണ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നടത്താണ്. എവിടെയാണത്? ഇരിഞ്ഞാലക്കുട. ഡാൻസ് സ്കൂളാണ്. ഓക്കെ. അപ്പം ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്ന ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ എളുപ്പമായിരുന്നു ആ സോങ്? എളുപ്പമായിരുന്നു. എനിക്ക് പറയുന്നതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയായിരുന്നു അല്ലെ? ഓക്കെ. വീട്ടില് എത്രത്തോളം സപ്പോർട്ടാണ് ഈ രംഗത്തേക്ക് വരുമ്പോ? ഇനി അഭിനയിക്കാൻ പ്ലാൻസ് ഉണ്ടോ? നല്ല ക്യാരക്ടേഴ്സ് വരാനൊക്കെ ചെയ്യാം. ഓക്കെ. ഇതുപോലത്തെ വലിയ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ആണോ എക്സ്പെക്ട് ചെയ്യുന്നത്? ഓക്കെ. ഇനിയും അഭിനയത്തിൽ തുടരാനാണോ പ്ലാൻ? ഓക്കെ. അപ്പൊ എന്താണ് കോ ആക്ടർ ആയിട്ടുള്ള അല്ലെ, പ്രൊഡ്യൂസറും ആക്ടറും കൂടെ ആണല്ലോ നമ്മുടെ പ്രദീപ് രാജ് സാറിനൊപ്പം ഉള്ള സീക്വൻസ് ഒക്കെ അഭിനയിച്ചപ്പോ എങ്ങനെയായിരുന്നു? ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങനെ ചെയ്താൽ മതി, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ നമ്മുടെ കൂടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കരിയർ. കാരണം ഒരു കരിയറിന്റെ ഒരു അടിപൊളി തുടക്കമാണ്. പിന്നെ എന്താണ് ഒരു ഇത് പറയുന്നത്, അതായത് ഒരു 3.5 മില്യൺ അടുത്ത് അല്ലെ 32-35 ലക്ഷം ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ഞാൻ കർണൻ. അപ്പൊ ഞാൻ കർണൻ 2 വരുമ്പോൾ പ്രേക്ഷകരോട് ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് മൂവി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അത് കാണാനായിട്ട്. എല്ലാരും കണ്ട് അഭിപ്രായമൊക്കെ പറയണം. അപ്പോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മനീഷ.